ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കും. യേശു ബാറാസിറയുടെ പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വചനം. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്, ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്, ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. വളരെ അർത്ഥവത്തായ ഒരു വചനമാണ് ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്നത്. പലരുടെയും ജീവിതത്തിൽ അവരിങ്ങനെ ചിന്തിക്കും, പണം ഏത് വഴിയാണ് വന്നതെന്ന് ആരറിയാൻ? പണം ആവശ്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് പലപ്പോഴും കൈക്കൂലി വാങ്ങിയും അന്യായമായി മറ്റുള്ളവരെ കബളിപ്പിച്ചും മറ്റു വിധത്തിലൊക്കെ മനുഷ്യൻ ധനം സമ്പാദിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്? അങ്ങനെ നേടുന്ന ഒരു ധനവും അവരുടെ വ്യക്തിഗത ജീവിതത്തിൽ അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അവരെ സഹായിക്കാൻ ഉണ്ടാവില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി പലപ്പോഴും മാറാറുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ സാധിക്കും. അവരുടെ ധനം കൊണ്ടോ അല്ലെ അവർ വ്യാജമായി നേടിയത് കൊണ്ടോ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഉപാധിയായി അത് പലപ്പോഴും മാറില്ല. എന്നാൽ സത്യസന്ധതയോടുകൂടിയുള്ള ഒരു വ്യക്തിയുടെ ജീവിതവും പ്രവൃത്തിയും സമ്പാദ്യവും ഒക്കെ അയാളുടെ ആപത്ഘട്ടങ്ങളിൽ അയാളെ സഹായിക്കാനായിട്ട് രൂപം മാറി വരുന്നത് നമുക്ക് കാണാനും സാധിക്കും. അതുകൊണ്ട് വ്യാജമായി നമ്മൾ നേടുന്ന പണം എന്നത് നമുക്ക് പ്രയോജനപ്പെടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം വ്യർത്ഥമായ പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിയുവാൻ ഈ പ്രഭാതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനായി പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.